ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമർ ആൻഡ് യൂസേജിലെ മൊഡ്യൂൾ 1 ചാപ്റ്റർ 4 ആണ്, സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഒപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നിവർത്തി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നോട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്സ് ഏതൊക്കെയാണ്? സിനോണിംസും ആൻറ്റോണിംസും. ചെറിയ രീതിയിൽ, അതായത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്ന വേർഡ്സ്. ആൻറ്റോണിംസ് പറഞ്ഞാലോ ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ഈ സിനോണിംസ് ആൻറ്റോണിംസ് എന്നൊക്കെ പറഞ്ഞാൽ. അതിപ്പോഴും ചെറിയ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. സിനോണിം പറഞ്ഞാൽ സെയിം, ആൻറ്റോണിം പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയില്ലേ? നമുക്ക് സിനോണിംസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, സിനോണിം പറഞ്ഞ വേർഡ്സ് ദാറ്റ് ഹാവ് എ സിമിലർ ബട്ട് ഐഡന്റിക്കൽ ഇൻ മീനിങ്. അതായത് ഇവരുടെ ഒരു ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടായിരിക്കും, പക്ഷെ മീനിങ്ങിൽ വേർഡ്സ് തമ്മിൽ സിമിലർ ആയിരിക്കും, പക്ഷേ ഇതിൽ മീനിങ് എന്ന് പറയുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. വേർഡ്സ് ദാറ്റ് ഹാവ് എ സിമിലർ ബട്ട് ഐഡന്റിക്കൽ ഇൻ മീനിങ്. വേർഡ്സ് സിമിലർ ആയിരിക്കും, അതേസമയം മീനിങ് വെച്ച് നോക്കുമ്പോൾ അത് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഗ്രീക്ക് വേർഡ് എന്നാണ്. ഫസ്റ്റ് ഗ്രീക്ക് വേർഡ് എന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സിൻ ആണ് പറയുന്നത്. സിൻ എന്ന് പറഞ്ഞാൽ ടുഗെദർ, ഓണിം എന്ന് പറഞ്ഞാൽ നെയിം. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് എന്നാണ്. സിൻ എന്ന് പറഞ്ഞാൽ ടുഗെദർ, ഓണിം എന്ന് പറഞ്ഞാൽ നെയിം. പിന്നെ ഇറ്റ് ക്യാൻ ബി എനി പാർട്ട് ഓഫ് എ സ്പീച്ച്. ഇത് ഏതൊരു സ്പീച്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം. അതായത് വേർബ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്വേർബ് ആയിരിക്കാം, അങ്ങനെ ഏതൊരു ഭാഗമായിരിക്കാം ഈ ഒരു സിനോണിം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി എനി പാർട്ട് ഓഫ് ദ സ്പീച്ച് ആസ് ലോങ് ആസ് എ ബോത്ത് പെയർ ആർ സം പാർട്ട് ഓഫ് ദ സ്പീച്ച്. പക്ഷേ രണ്ടെണ്ണം എന്തായിരിക്കണം? ഒരേ പാർട്ടായിരിക്കണം. ഇപ്പം നമ്മൾ വെർബിൻ്റെ സിനോണിമാണ് എടുക്കണമെങ്കിൽ അത് വെർബ് തന്നെ ആയിരിക്കണം. ഇനിയിപ്പോൾ അതൊരു നൗണിൻ്റെ സിനോണിമാണെങ്കിൽ അതൊരു നൗൺ ആയിരിക്കണം. നൗണിൻ്റെ സിനോണിമായിട്ട് നമ്മൾ അതിൻ്റെ വെർബ് ഫോം എടുക്കാൻ പാടില്ല. അപ്പോൾ അത് ഏതൊരു പാർട്ട് ഓഫ് സ്പീച്ചായിട്ടും എടുക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോൾ വേർബിൻ്റെ ആണെങ്കിൽ വേർബായിട്ട് തന്നെ എടുക്കണം, നൗണിൻ്റെ ആണെങ്കിൽ നൗണായിട്ട് എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. വാഷ്, ക്ലീൻ, ഇത് രണ്ടും വേർബ് വേറുള്ള സിനോണിമാണ്. വെസൽ, റിസെപ്റ്റക്കിൾ, രണ്ടും നൗൺ ഫോമിലാണ്. നെക്സ്റ്റ് ബ്യൂട്ടിഫുള്ളും അട്രാക്റ്റീവ്, രണ്ടും സിമിലർ വേർഡാണ്, പക്ഷെ അത് ഐഡന്റിക്കൽ അല്ലാന്നേ ഉള്ളൂ. അതൊരു സിനോണിമാണ് കേട്ടോ. ക്യുക്ലി, റാപ്പിഡ്ലി, വേഗം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇന്നും ഇൻറ്റും, അത് രണ്ടും പ്രിപ്പോസിഷനാണ്, സിനോണിമിൽ വരുന്ന പ്രിപ്പോസിഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ എക്സാമ്പിൾ? ഇതൊന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് നോട്ട്സ് ക്ലിയർ ആവണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഞാൻ നോട്ട്സ് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് എഴുതിയെടുക്കുക ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇതേപോലെ നോട്ട്സും അതേപോലെ സിമ്പിൾ ഡെഫിനേഷനും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക, കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഗ്രാമർ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടു തുടങ്ങുക, എന്നാലേ എനിക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കാരണം ഇടയിൽ വെച്ചിട്ടൊരു വീഡിയോ കണ്ട് നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ മുതൽ കാണാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നാൽ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എക്സാമിന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിന് വരുമ്പോൾ അതേപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് വരിക. മാച്ച് ദ ഫോളോയിങ് അപ്രോപ്രിയേറ്റ് സിനോണിംസ് ആയിട്ട് വരും. ഇത് മാച്ച് ചെയ്യാൻ വേണ്ടി തരും. ഒരു സൈഡിൽ അഡ്മിഷൻ, കൺട്രി, ബേർഡൻ, കോളേജ്, അഡ്വാൻറ്റേജ്, ക്യാപ്റ്റീവ് ഒരു സൈഡിലെ, മറ്റേ സൈഡിൽ നിന്ന് പ്രിസണർ, ലോഡ്, അസോസിയേറ്റ്, എൻട്രി, പൊളൈറ്റ്നസ്, ബെനിഫിറ്റ്സ്, ഇതേപോലെ മറ്റേ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് മാച്ച് ചെയ്യണം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇതാണ് അഡ്മിഷൻ. അഡ്മിഷൻ്റെ കറക്റ്റ് ഏതാണ് സിനോണിം? എൻട്രി. അഡ്മിഷൻ്റെ സിനോണിം ഏതാണ്? എൻട്രി. സെക്കൻഡ് വൺ കേർട്സി എന്ന് പറയുമ്പോൾ അതിൻ്റെ സിനോണിമായിട്ട് വരുന്നത് പൊളൈറ്റ്നസ് ആണ്. പിന്നെ ബേർഡൻ, അതിൻ്റെ സിനോണിമായിട്ട് വരുന്നത് ലോഡൻ, LOAD ആണ് കേട്ടോ. പിന്നെ കൊലീഗ്, ഇതിൻ്റെ മീനിങ് ആയിട്ട് സിനോണിമായിട്ട് വരുന്നത് അസോസിയേറ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജിൻ്റെ സിനോണിം ഏതാണ്? ബെനിഫിറ്റ് ആണ് വരിക. പിന്നെ ക്യാപിറ്റീവ്. ക്യാപിറ്റീവിൻ്റെ സിനോണിമായിട്ട് പ്രിസണർ ആണ് വരിക. നിങ്ങൾ ടെക്സ്റ്റിൽ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് നല്ല പോലെ പഠിക്കുക കേട്ടോ. അതൊന്നും അല്ലാതെ പുറത്തുനിന്ന് ചോദിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ച് പോവാം. ഇത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സിനോണിം ഇതിൻ്റെയാണ്, സിനോണിംസ് നൗണിൻ്റെയാണ്. ഇനി അഡ്ജക്റ്റീവിൻ്റെ സിനോണിം ഉണ്ട്, വേർബിൻ്റെ സിനോണിം ഉണ്ട്. പിന്നെ കുറച്ച് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വേർഡ്സ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ടെക്സ്റ്റിൽ കുറച്ച് വേർഡ്സിൽ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇതിൽ മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഈ വേർഡ്സൊക്കെ അതല്ലാതെ പുറത്തൊന്നും ചോദിക്കില്ല.
പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു മോഡലാണ്, അതായത് ഇപ്പോൾ വേർഡ്സ് വരും, അതിൻ്റെ ഇതിൽ കറക്റ്റ് സിനോണിം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് തരും, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വരും. നമ്മളൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈ ഒരു ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് വരുമ്പോൾ ഒന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും, പിന്നെ ഇതേപോലെ ഒരു പാരഗ്രാഫ് ആയിട്ട് തരും, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് തന്നിട്ട് ഇതിൽ നിന്ന് കറക്റ്റ് സിനോണിം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തരും. ഒരു 4 വേർഡ്സ് വരും, ഇതിലേതാണ് കറക്റ്റ് വൺ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഞാൻ പറയാം. ഫസ്റ്റ് അബാഷ് എന്നുള്ള വേർഡ് വരും, അതിൻ്റെ സിനോണിം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വരും. ഏതാണ് എംബ്രൈസ്ഡ്, അങ്ങനെ ഓരോ വേർഡ് തന്നിട്ടും അതിൻ്റെ സിനോണിംസ് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഇത് മനസ്സിലായില്ലേ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ഈ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ഒരു ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ ആൻറ്റോണിംസ് നോക്കാൻ പോവാണ്. ഇത് ക്ലിയർ ആയില്ലേ? ആൻറ്റോണിംസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആയിരിക്കും, ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. മാറിപ്പോകരുത് കേട്ടോ. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം, എസ് നോക്കിയാൽ മതി. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം, ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. വേർഡ്സ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു അനദർ ഇൻ മെനി കേസസ് ഇൻ ആൻറ്റോണിംസ് ക്യാൻ ബി ഫോം ബൈ ആഡിങ് പ്രിഫിക്സ് ടു ദ വേർഡ്. ഇപ്പോൾ ഹാപ്പി, സാഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ് അല്ലേ, ഹാപ്പി, സാഡ്. പിന്നെ കൂടുതൽ കേസിലും ആൻറ്റോണിംസ് ആഡ് ചെയ്യുന്നത് പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടാണ്. എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു വാക്കിൻ്റെ മുന്നേ ആഡ് ചെയ്യുന്ന വേർഡ്സിനാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സഫിക്സും പ്രിഫിക്സും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു വാക്കിൻ്റെ മുന്നേ ആഡ് ചെയ്യുന്നതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഒരു വാക്കിൻ്റെ അവസാനം ആഡ് ചെയ്യുന്നതിനെയാണ് സഫിക്സ് എന്ന് പറയാം. സഫിക്സും പ്രിഫിക്സും എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഡിസ്ഓർഡർ, ഒരു ഡിസ്അഡ്വാൻറ്റേജ്, അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഡിസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണില്ലേ, അപ്പോൾ അതൊരു പ്രിഫിക്സ് ആണ്. അതുപോലെ ഈറ്റിംഗ്, ലാസ്റ്റ് ING വന്നില്ലേ, അപ്പോൾ അത് ഏതാണ്? സഫിക്സ് ആണ്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ പ്രിഫിക്സിൻ്റെ എക്സാമ്പിളാണ് നോക്കുന്നത് കേട്ടോ. പ്രിഫിക്സിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഫസ്റ്റ് നമ്മൾ AB ആണ് നോക്കുന്നത്. AB ഏതാണ്? അബ്നോർമൽ പറയാം. നോർമൽ എന്നുള്ളതിൻ്റെ മുന്നിൽ AB എന്നുള്ള വേർഡ് ആകുമ്പോൾ അത് അബ്നോർമലാവും. പിന്നെ യൂസിൻ്റെ മുന്നിൽ AB ആഡ് ചെയ്യുമ്പോൾ അബ്യൂസ് ആവും. അപ്പോൾ ഇവിടെ AB ആണ് പ്രിഫിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അതേപോലെ ആൻറ്റി, ബോഡി എന്നുള്ള വേർഡിൻ്റെ മുന്നിൽ ആൻറ്റി എന്നുള്ളപ്പോൾ ആൻറ്റി ബോഡി എന്നാവും. അതുപോലെ സോഷ്യൽ എന്നുള്ള വേർഡിൻ്റെ മുന്നിൽ ആൻറ്റി എന്നാകുമ്പോൾ ആൻറ്റി സോഷ്യൽ ആയിരിക്കും. അപ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇതായിരിക്കും കേട്ടോ, മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗം കൂടിയാണ് ഇത് അല്ലേ. ഇതുപോലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡാണ്. അപ്പോൾ നമ്മൾ നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് അപ്പോൾ സഫിക്സും പ്രിഫിക്സും എന്താണെന്ന് അറിയില്ലേ? അതേപോലെ ഈ ഒരു വേർഡ്സ് ഒന്ന് മനസ്സിലാക്കാം. പ്രിഫിക്സിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് കേട്ടോ. ഇനി ചില ആൻറ്റോണിംസ് ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ സഫിക്സ് മാറ്റിയാൽ മതി. സഫിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഒരു വാക്കിൻ്റെ ശേഷം വരുന്ന വാക്ക്. അതിൻ്റെ എക്സാമ്പിളാണ് കെയർഫുൾ. കെയർഫുള്ളിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ കെയർലെസ് ആണ്. അതേപോലെ ഹാംഫുള്ളിൻ്റെ ആൻറ്റോണിം എന്താണ്? ഹാംലെസ്. അങ്ങനെ ഓരോന്നും എടുത്ത് നോക്കി പഠിക്കുക കേട്ടോ. നിങ്ങൾക്കിത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. ഇവിടെ സഫിക്സ് ഫോം ചെയ്തിട്ട് കുറച്ച് ആൻറ്റോണിംസ് ഫോം ആവുന്ന വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ നൗണിൻ്റെ ആൻറ്റോണിംസ് നോക്കി. ഇനി നമുക്ക് അഡ്ജക്റ്റീവിൻ്റെ കുറച്ച് ആൻറ്റോണിംസ് നോക്കാം. ആംഗ്രിയുടേതാണ് പ്ലീസ്, ബിറ്ററിൻ്റെതാണ് സ്വീറ്റ്, കോമൺ, റെയർ. അപ്പം അങ്ങനെയുള്ള കുറച്ച് അഡ്ജക്റ്റീവാണ് വരുന്നത്. ഇനി വേർബ്സിൻ്റെ നോക്കാം. ബിൽഡിൻ്റെ വേർബ്സ് ഇതാണ് ആൻറ്റോണിമായിട്ട് ഡിസ്ട്രോയ്, ബിലീവ് ഡൗട്ടാണ് കേട്ടോ, ഡൗട്ട്. അറസ്റ്റിൻ്റെ റിലീസ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അഡ്വേർബിനെ നോക്കുമ്പോൾ അലോൺ, ടുഗെദർ. പിന്നെ ഏർലിയർ എന്ന് പറയുമ്പോൾ ലേറ്റർ ആണ് കേട്ടോ. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആൾവേസ് എന്നുള്ളത് നെവർ. അപ്പോൾ ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയത് സഫിക്സും പ്രിഫിക്സും ആണ്. ഇതിൽ പിന്നെ ഈ ഒരു ഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർഡിൻ്റെ അവസാനം വരുന്നത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കി, ക്വസ്റ്റ്യൻസ് വരുന്ന രീതി നോക്കി. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ളൊക്കെ രീതി കിട്ടും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, എന്നാലെങ്കിൽ അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടണേ. ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വലിയൊരു താങ്ക്സ്. Okay, thanks for watching.